അപ്പോൾ ഞങ്ങൾ ഏതായാലും കൊല്ലത്ത് രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും വിനിഷ പറഞ്ഞതിനെ ഞങ്ങൾ മോശമാക്കുന്നില്ല. അതെ, അപ്പോൾ കൊച്ചിയിൽ നിന്നായിരുന്നു ഗുഡ് മോർണിംഗ് കേരളവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുമുട്ടിയത് എങ്കിൽ കൊച്ചി മാത്രമല്ല, ഒരു 2 മാസം മുൻപ് നവകേരള സദസ് എന്ന് പറഞ്ഞ് പോയതെന്നാ പറഞ്ഞത്. അതെ അതെ അതെ, അത് നവംബർ മാസത്തിൽ സംഭവിച്ചതാണ്. നവംബർ മാസം 17-ാം തീയതി പോയി 18 മുതൽ കേരളത്തിലെമ്പാട് നിന്നുമാണ് ഞങ്ങൾ ഗുഡ് മോർണിംഗ് കേരളമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിയത്. അങ്ങ് കാസർഗോഡ് കളക്ട്രേറ്റിന്റെ മുൻപിൽ നിന്നും അല്ലേ മോർണിംഗ് ആരംഭിച്ചു. അവിടുന്ന് നമ്മൾ നിന്ന് സംസാരിച്ചു, അവിടെ നിന്ന് കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ സംസാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് കണ്ണൂരേക്ക് കയറി, അവിടെ നിന്ന് വയനാട് പോയി, കൽപ്പറ്റയിൽ നിന്ന് സംസാരിച്ചു. കൽപ്പറ്റയിൽ നിന്ന് വീണ്ടും ചുരമിറങ്ങി കോഴിക്കോടേക്ക് വന്ന് സംസാരിച്ചു. കുറ്റ്യാടി കൊയിലാണ്ടി ഭാഗത്തൊക്കെ അങ്ങനെ പുറത്ത് വന്നു, പാലക്കാട്, അങ്ങനെ കേരളം ഞങ്ങൾ അവസാനം പ്രേക്ഷകരോട് സംസാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞൊരു ഇടവേളയിലേക്ക് പോയി, അതിനുശേഷം വീണ്ടും കൊച്ചിയിൽ നമ്മൾ വന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സഞ്ചാര പാത എന്ന് പറയുന്നത്, റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും കൊല്ലത്തിന്റെ സവിശേഷതകളിലേക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഒട്ടും സമയം കളയാതെ നമുക്ക് നീങ്ങാം എന്നുള്ളതാണ്. ഏതായാലും ഇത് മനസ്സിലായല്ലോ. ഇത് കൈരളിയുടെ കൊല്ലത്തെ കലോത്സവ വേദിയിലെ പ്രധാന വേദിയിലെ കൈരളി ന്യൂസിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് ഞങ്ങൾ രാവിലെ ഗുഡ് മോർണിംഗ് കേരളവുമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ നിന്നുമാകും ഇനി നമ്മുടെ കലാപ്രതിഭകൾ, കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയിട്ടുള്ള കലാപ്രതിഭകൾ അവരുടെ ഇനങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കാൻ വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള സ്റ്റുഡിയോയാണിത്. കലോത്സവ സ്റ്റുഡിയോയാണ്. ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇത് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്ത് കൈരളിക്ക് നല്ല ആശംസയും നേർന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുമ്പിലേക്ക് വൈവിധ്യമാർന്ന ഈ കലോത്സവത്തിന്റെ മികവ് എത്തിക്കാനാവട്ടെ എന്നാണ് അദ്ദേഹം ആശംസിക്കുകയും ചെയ്തത്. മനു, അതെ, തീർച്ചയായും. ഏതായാലും 62ാമത് കലോത്സവത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് തുടക്കമാകുമ്പോൾ രാവിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ റവന്യൂ മന്ത്രിയുണ്ട്, ഒപ്പം തന്നെ മുഹമ്മദ് റിയാസ് മിനിസ്റ്ററുണ്ട്. അതായത് കൊല്ലത്തിന്റെ 3 മന്ത്രിമാരും. അതെ, കൊല്ലത്ത് വി ഗണേഷ് കുമാർ, ബാലഗോപാല്, ചിഞ്ചുറാണി മിനിസ്റ്റർ, പിന്നെ പൊതുമരാമത്ത് മന്ത്രി, അതുപോലെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, പിന്നെ എംപിമാര്, MLA മാര്, അങ്ങനെ ജനപ്രതിനിധികളും പ്രധാനപ്പെട്ട വ്യക്തികളും ഒക്കെ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കും. നിഖില വിമലാണ് പ്രധാന അതിഥിയായി കലോത്സവത്തിന്റെ ഭാഗമായിട്ട് കൊല്ലത്തേക്ക് വരുന്നത്. അപ്പോൾ ഇനി കൊല്ലത്ത് ഒരു 5 ദിവസം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ പകലിരവുകൾ കലയുടെ മാമാങ്കങ്ങൾ, അതെ, രാപ്പകലുകൾ കലയുടെ മാമാങ്കമായി മാറുകയാണ്. ഈ കൊല്ലത്തിന്റെ ഒരു പ്രത്യേകത, കൊല്ലത്ത് കായലുണ്ട്, കടലുണ്ട്, കപ്പലണ്ടിയുണ്ട്, അതിന്റെ കൂടെ ഇതാ ഈ കലയുടെ പെരുങ്കളിയാട്ടുണ്ട്. നല്ല മനോഹരമായ മലയോരമുണ്ട്. അതെ അതെ, അത് അവിടെ നിന്ന് നമുക്ക് കേരള തമിഴ്നാട് അതിർത്തി പങ്കിട്ടുകൊണ്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു പാതയാണ്. അതുപോലെ ഏറ്റവും നല്ല ബീച്ചും ഏറ്റവും നല്ല കായലോരങ്ങളും, അതുപോലെ തന്നെ കേരളത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പരമ്പരാഗത വ്യവസായം കശുവണ്ടി വ്യവസായം, അതുപോലെ തന്നെ കശുവണ്ടി തൊഴിലാളികൾ, അങ്ങനെ കശുവണ്ടിയുടെ നാടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വ്യാവസായിക രംഗത്ത്, അതുപോലെ തന്നെ വാണിജ്യ രംഗത്ത്. പെരുമയുള്ള കൊല്ലത്തിന്റെ മണ്ണിൽ നിന്നാണ് ഇത്തവണ കലോത്സവം എന്നുള്ളതാണ്. കലോത്സവത്തിന്റെ വേദികളും ഭയങ്കര രസമാണ്. അതായത് കൊല്ലത്തിന്റെ മഹത്തായ കലാകാരന്മാരുടെ പേരിലാണ്. നമ്മുടെ പ്രധാന വേദി ONV സാറിന്റെ പേരിലാണ്, മഹാകവി ONV കുറുപ്പിന്റെ പേരിലാണ്. പിന്നെ അനശ്വര കലാകാരൻ ജയന്റെ പേരിലുണ്ട്, ജയൻ സ്മൃതിയുണ്ട്, ഒപ്പം തന്നെ ഭരത് മുരളി സ്മൃതിയുണ്ട്. കൊട്ടാരക്കരയിൽപ്പെട്ട അദ്ദേഹം ഉള്ളത്. സാംബശിവന്റെ പേരിലുണ്ട്, കൊല്ലം ടൗൺ ആണ്, കൊല്ലത്ത് തന്നെയാണ്. സാംബശിവന്റെ പേരിലുണ്ട്. അതെ, കേരളം എല്ലാ കാലവും ഏത് തലമുറയും ആരാധനയോടെ കേൾക്കുന്ന ആളാണ് വി സാംബശിവൻ. ഇപ്പോ യൂട്യൂബിലൂടെയൊക്കെ അദ്ദേഹത്തെ വീണ്ടും പരിചയപ്പെടുന്ന പുതുതലമുറ. ഈ കഥാപ്രസംഗം കലോത്സവത്തിലെ ഒരു ഏറ്റവും മികച്ച ഇനം തന്നെയാണ്. അതിലേക്കൊക്കെ വരുന്ന കുട്ടികൾക്ക് പ്രചോദനമായി, മാർഗദീപമായി എന്നും നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ഒന്നാമത്തെ പേരുകാരനാണ്. അദ്ദേഹത്തിന്റെ മകനും ഇപ്പോൾ കൊല്ലത്ത് തന്നെയാണ് താമസം. വസന്ത് കുമാർ മികച്ച കഥാപ്രസംഗകനാണ്. കഥാപ്രാസംഗികൻ എന്ന് സാധാരണ പറയാറുണ്ട്, പക്ഷെ പ്രസംഗകൻ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം എന്നുള്ളത് കൂടിയുണ്ട്. പ്രാസംഗികനല്ല, പ്രസംഗകനാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ പ്രയോഗിക്കുന്നത് പ്രാസംഗികൻ എന്ന്, പ്രാസം ഒപ്പിച്ച് വളരെ സുഖകരമായി പറഞ്ഞു പോകുക അങ്ങനെയാണ്. പക്ഷെ പ്രസംഗകൻ എന്നാണ് പറയുക എന്നുള്ളത് കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ, മനു പറഞ്ഞ പോലെ ONV കുറുപ്പ്, അതുപോലെ ഭരത് മുരളി, അതുപോലെ തന്നെ ജയൻ, അതുപോലെ രവീന്ദ്രൻ മാഷയുടെ പേരിലുണ്ട്. അതെ, രവീന്ദ്രൻ മാഷും കുളത്തൂപ്പുഴ. അവിടെ നിന്നാണ് രവി. എപ്പോഴും മലയാളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസ് അദ്ദേഹത്തെ രവി എന്ന് വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് വിവിധ ഇന്റർവ്യൂകളിൽ. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്ററുടെ പേരിൽ അദ്ദേഹം പിന്നീട് ഈ സംഗീത ലോകത്തെ ഏറ്റവും മികച്ച ഒരു പേരായി ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുമ്പോഴേക്ക് അദ്ദേഹം ചെന്നൈയിലേക്ക് മാറിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ പേരുകളിലൊക്കെയാണ് അല്ലെ മറ്റേതെങ്കിലും വേദികളുടെ പേരുകൾ? ബാക്കിയെല്ലാം ഇങ്ങനെ ഓരോ കലാകാരന്മാരുടെ പേര്. 24 വേദിയുണ്ട്. അപ്പോൾ 14,000 കുട്ടികൾ കലോത്സവത്തിന്റെ ഭാഗമായി പങ്കെടുക്കും. അവരുടെ അധ്യാപകരും
രക്ഷകർത്താക്കളും ഒക്കെ അടക്കം ഏകദേശം 20,000-ഓളം പേര് ഈ വരുന്ന ഒരു 5 ദിവസം ഈ കലാപ്രകടനത്തിന് സാക്ഷിയാകാനായി ഇങ്ങോട്ട് വരും. ഇതിന് പുറമെയാണ് നമ്മുടെ നാട്ടുകാർ ഇത് കാണാനായി വരുന്നത്. ഇന്നലെ തന്നെ വൈകുന്നേരം വലിയ തിരക്കായിരുന്നു. ഇത് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ, എത്രയോ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ശശികുമാർ നായർ മസ്കറ്റിൽ നിന്ന് എഴുതി ചോദിക്കുന്നുണ്ട്, തിരുവനന്തപുരത്തേക്ക് പോരാൻ പരിപാടിയൊന്നുമില്ലേ രണ്ടുപേർക്കും എന്നാണ്. എനിവേ വെരി ഗുഡ് മോർണിംഗ്, എല്ലാ ആശംസകളും കൈരളിക്ക്, കലോത്സവം മികവോടെ വരട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുന്നുണ്ട്. നാട്ടുകാരെല്ലാം ചോദിച്ചു തുടങ്ങി പോകാൻ പരിപാടിയൊന്നുമില്ലേ എന്ന്. അപ്പൊ പിന്നെ ഇത് ആര് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഏതു പ്രദേശത്തു നിന്നും ഏറ്റവും ആവേശകരമായി പരിപാടികളെ, നമ്മുടെ നാടിന്റെ തുടിപ്പുകളെ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് വിചാരിച്ചോളുക.